ഏറെക്കാലം മുമ്പ് ഈ തീരം എത്ര ദൂരെയായിരുന്നു. ഈ തീരം ഈ കടൽ തീരത്ത് നിന്ന് എത്രയോ അകലെ. അവിടെ ഈ തീരദേശവാസികൾ സന്തോഷത്തോട് അവരുടെ ഉപജീവന മാർഗം നടത്തി ജീവിച്ചു പോന്നിരുന്നു. എന്നാൽ ഓരോ ഇടവപ്പാതി വരുമ്പോഴും തീരം ആശങ്കയുടെ നിഴലിലാണ്. കേരള തീരം 46 വർഷത്തിനിടെ മുൻ തീരരേഖയിൽ നിന്നും 60.49% ശോഷിച്ചതായി നാഷണൽ സെൻട്രൽ ഫോർ എർത്ത് സ്റ്റഡീസിൻ്റെ പഠനം വ്യക്തമാക്കുന്നു. എന്നാൽ തീരനിർമ്മാണം എന്ന് പറയുന്നത്, അതായത് തീരത്ത് മണ്ണ് തിരികെ തന്നെ കടൽ എത്തിക്കുന്ന പ്രതിഭാസം, തീരനിർമ്മാണം എന്ന് പറയുന്ന പ്രക്രിയ വെറും 16.22% മാത്രമാണ്. അതായത് എത്ര അന്തരമാണ് മണൽ തീരപ്രദേശത്തു നിന്ന് നഷ്ടമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സംസ്ഥാനത്ത് ഏറ്റവും അധികം തീരം നഷ്ടപ്പെട്ടത് കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിലാണ്. ഏകദേശം 450 മീറ്ററോളമാണ് നഷ്ടമായത്. 1973 മുതൽ 2019 വരെ തുടങ്ങിയ പഠനമാണിത്. ഇത്രയും തീരശോഷണം നടന്ന ഈ സ്ഥലത്ത് അശാസ്ത്രീയമായ കടൽമണൽ ഖനനം, കരിമണൽ ഖനനവും വീണ്ടും വീണ്ടും നടന്നു വരുന്നത് കാണുമ്പോഴാണ് അതിൻ്റെ വിരോധാഭാസം, കച്ചവട താല്പര്യമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. നദികളിലെ അണക്കെട്ടുകൾ കൂടുന്നു. അതുമൂലം കടലിലേക്ക് ഒഴുകിയെത്തുന്ന എക്കലടങ്ങിയ മണൽ കുറയുന്നു. തീരപ്രദേശത്ത് അനാവശ്യമായ നിർമ്മാണ പ്രക്രിയകൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലം തുടരത്തിരി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റും കടൽ പ്രതിഭാസവും. 1939 മുതലുള്ള കണക്കനുസരിച്ച് കടൽ 12 സെൻറ്റിമീറ്റർ ഉയർന്നതായി സമുദ്ര ഗവേഷകർ പറയുന്നു. സത്യത്തിൽ ഈ കല്ലുകളോ ടെട്രാപോഡുകളോ തീരം സംരക്ഷിക്കുന്നതിന് ഉതകുന്നുണ്ടോ? എല്ലാ വർഷവും ഇതുപോലെ കാലവർഷ സമയത്ത് മണൽ ഊർന്നുപോയി ഈ കല്ലുകളും ടെട്രാപോഡുകളുമൊക്കെ താഴേക്ക് ഊർന്നു പോവുകയാണ്. അങ്ങനെ തീരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സത്യത്തിൽ അശാസ്ത്രീയമായ ഒരു തീരസംരക്ഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നിൽ സംഹാര താണ്ഡവമാടുന്ന കടൽ, കോപിച്ച് കരുതുള്ളി നിൽക്കുന്ന പ്രകൃതി, അവിടെ നിസ്സഹായരായ കുറേ മനുഷ്യർ. പിറന്നു വീണ ഈറ്റില്ലം വരെ കടൽ കൊണ്ടുപോയി. ബാക്കിയുള്ളത് രാഷ്ട്രീയ തമ്പുരാക്കന്മാരും കൊണ്ടുപോകുന്നു. കടലിൻ്റെ ഉപ്പിനേക്കാളും കാഠിന്യമാണ് ഈ പാവങ്ങളുടെ കണ്ണുനീരിന്. ആരോട് പറയാൻ? ഓരോ വറുതിക്കാലവും പരസ്പരം പഴിചാരി ഏതെങ്കിലും അഭയകേന്ദ്രത്തിൽ അവർ അന്തി ഉറങ്ങും. അല്ലാതെ അവർക്ക് എന്തു ചെയ്യാനാവും? സത്യത്തിൽ കടലാണോ അവരെ ചതിച്ചത്? അതോ കരൾ വരെ പറിച്ചെടുക്കുന്ന ഭരണകർത്താക്കളാണോ? ചോദ്യം പൊതുസമൂഹത്തിനാണ്.